ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും. പത്മകുമാറിനൊപ്പം ചോദ്യം ചെയ്യാൻ മുൻ ബോർഡ് അംഗങ്ങളായ കെ.പി. ശങ്കരദാസിനെയും എൻ. വിജയകുമാറിനെയും വിളിച്ചുവരുത്തും. കേസിൽ നടൻ ജയറാമിന്റെ മൊഴി SIT ഉടൻ രേഖപ്പെടുത്തും. മനീഷ് മഹിപാൽ വിശദാംശങ്ങളുമായി. മനീഷ്, ബോർഡ് അംഗങ്ങളെ വിളിച്ചുവരുത്തി ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ, ഒപ്പം അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണോ SITയുടെ നീക്കം? മറ്റു വിശദാംശങ്ങൾ എങ്ങനെയൊക്കെയാണ്? അനുജ, ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിലാണ് പത്മകുമാറിന് വേണ്ടി ഒരു കസ്റ്റഡി അപേക്ഷ SIT നൽകുക. പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്താൽ ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള വഴിത്തിരിവിലേക്ക് എത്തും. അതായത് കൂടുതൽ ഉന്നതരായിട്ടുള്ള ആളുകൾ ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ഓരോ പ്രതികളിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ അവസാനമായി പത്മകുമാറിലേക്ക് എത്തിയിരിക്കുന്നു. പത്മകുമാർ കൊടുത്തിരിക്കുന്ന മൊഴി 2019 പത്മകുമാറിനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തുന്ന അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയാണ്. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്ന കത്തിലൂടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുന്നത്. 2019 മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സന്നിധാനത്തും ശബരിമലയിലും വലിയ സ്വാധീനമുണ്ടായിരുന്നു. ഇത് തെളിയിക്കാൻ തക്കത്തിന് എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ പത്മകുമാറിൻ്റെ കയ്യിലുണ്ടോ എന്നാണ് SIT ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തൽ നടത്താൻ പത്മകുമാറിനുണ്ടോ? ഒപ്പം തന്നെ പത്മകുമാറിൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം SIT നടത്തിയ പരിശോധനയിൽ പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയ ചില സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ SITക്ക് ലഭിച്ചിരുന്നു. ഒപ്പം തന്നെ ഇയാളുടെ പത്മകുമാറിൻ്റെ പാസ്പോർട്ട് അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. പത്മകുമാറും വാസുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് വിദേശ യാത്രകൾ നടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം നിലവിൽ സംശയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ എൻ വാസുവിൻ്റെ ജാമ്യാപേക്ഷ, എൻ വാസുവിൻ്റെ സുധീഷ് കുമാറിൻ്റെ ജാമ്യാപേക്ഷ കൂടി കോടതി ഇന്ന് പരിഗണിക്കും. ഇന്ന് വാസുവിൻ്റെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർക്കും. കാരണം വാസുവിനെ ഒരിക്കൽ കൂടി കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം പത്മകുമാറിനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും എൻ വാസുവിനെയും 3 പേരെയും ഒരുമിച്ചിട്ട് ചോദ്യം ചെയ്യാൻ നിലവിൽ അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ജയറാമിനെ സാക്ഷിയാക്കാനുള്ള നീക്കത്തിലേക്ക് ഉടൻ വൈകേണ്ട, അത്തരം കാര്യങ്ങൾക്ക് വൈകേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തും. ഒപ്പം തന്നെ അന്നത്തെ ബോർഡ് അംഗങ്ങളായിട്ടുള്ള കെ.പി. ശങ്കരദാസിനെയും ഒപ്പം തന്നെ എൻ. വിജയകുമാറിനെയും അന്നത്തെ മിനിറ്റ്സ് തിരുത്തി എന്നിവർ വാദം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ കേസിൽ ഇവരെ മാപ്പ് സാക്ഷിയാക്കുന്നതോടുകൂടി പത്മകുമാറിനെതിരെ തെളിവ് ശക്തമാക്കാൻ കഴിയും. കാരണം അന്നത്തെ ബോർഡ് അംഗങ്ങൾ തന്നെ ബോർഡ് പ്രസിഡന്റിനെതിരെ രംഗത്ത് വരുന്നത് കോടതിയിൽ അത് വ്യക്തമായ തെളിവായി മാറും. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇവരെ മാപ്പ് സാക്ഷിയാക്കിയാൽ മതി എന്നാണ് നിലവിലെ SITയുടെ തീരുമാനം. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെതിരെ കടുത്ത നടപടി പാർട്ടി നിന്നുണ്ടാകും. നാളെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമുണ്ട് പത്തനംതിട്ടയിൽ. അങ്ങനെ ആ യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ധൃതി പിടിച്ചൊരു അച്ചടക്ക നടപടി വേണ്ട. പക്ഷേ എപ്പോഴാണെങ്കിലും കടുത്ത അച്ചടക്ക നടപടി തന്നെ പത്മകുമാറിനെതിരെ ഉണ്ടായേക്കും. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.